നമ്മളെല്ലാവരും തന്നെ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ്. വാട്സാപ്പിലൂടെ നമ്മൾ പല ഫയലുകളും കൈമാറാറുണ്ട്. ഫോട്ടോസുകൾ, വീഡിയോസുകൾ, മറ്റു ഡോക്യുമെൻറ്റ്സുകൾ, മറ്റു ഫയലുകളൊക്കെ നമ്മൾ വാട്സാപ്പിലൂടെ നമ്മൾ സുഹൃത്തിന് സെൻഡ് ചെയ്ത് കൊടുക്കും. എന്നാൽ നമുക്ക് വാട്സാപ്പിലൂടെ സുഹൃത്തിന് ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വൽ അവർ കാണാത്ത രൂപത്തിൽ വെറും ഓഡിയോ മാത്രം നമുക്കെങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും? അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വിഷ്വൽ മാത്രം അവർ കണ്ടാൽ മതി, ഓഡിയോ അവർ കേൾക്കരുത്. ഈ രൂപത്തിലൊക്കെ നമ്മൾ എങ്ങനെയാണ് വാട്സാപ്പിലൂടെ സെൻഡ് ചെയ്ത് കൊടുക്കുക? ആപ്ലിക്കേഷൻ്റെ സഹായം ഒന്നുമില്ലാതെ തന്നെ വാട്സാപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. പല അവസരത്തിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുത്തു. എന്നിട്ട് വീഡിയോ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു, ഗാലറി ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഓൾ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇതിലൊരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ എനിക്ക് എൻ്റെ സുഹൃത്തിന് കൈമാറണം. പക്ഷേ ഈ വീഡിയോ നമുക്ക് ഓഡിയോ മാത്രം കൈമാറിയാൽ മതി. നമുക്ക് വീഡിയോ അവർ കാണരുത്, വിഷ്വൽ അവർ കാണരുത്. എങ്ങനെ നമുക്ക് ഇത് സെൻഡ് ചെയ്യാം? അതിനായിട്ട് ഇവിടെ സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്റ്റിക്കർ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഈ സ്റ്റിക്കർ തിരഞ്ഞെടുക്കുകയാണ്. അത് നമുക്കിതുപോലെ സൂം ചെയ്ത് വലുതാക്കുക. ഇപ്പോൾ ഞാൻ വലുതാക്കി. ആ വീഡിയോ മൊത്തമായിട്ടും ഇവിടെ മറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ സെൻഡ് ചെയ്യാണ്. ഇപ്പോൾ ആ വീഡിയോ ഇവിടെ സെൻഡാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോയുടെ ഓഡിയോ മാത്രമേ ഞാൻ സെൻഡ് ചെയ്ത, അതായത് ഞാൻ അയച്ച ആ സുഹൃത്തിന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ ഒരിക്കലും അവർക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ആ വീഡിയോ സെൻഡായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ റിസീവ് ചെയ്യുക എന്നും കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോ സെൻഡായിട്ടുണ്ട്. നമുക്ക് ആ സുഹൃത്ത് വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കാണാൻ നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് അവർക്കൊരിക്കലും ഈ വീഡിയോയുടെ വിഷ്വൽ കാണാൻ സാധിക്കില്ല, ഓഡിയോ മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ വീഡിയോ സെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് വിഷ്വൽ മാത്രം കണ്ടാൽ മതി, ഓഡിയോ അവർ കേൾക്കരുത്. എങ്ങനെയാണ് നമ്മളത് സെൻഡ് ചെയ്യുക? വീണ്ടും ഞാൻ ആ സുഹൃത്തിനെ തിരഞ്ഞെടുത്തു. ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം ഓൾ മീഡിയ ഞാൻ തിരഞ്ഞെടുത്തു. ഇവിടെ അതേ വീഡിയോ തന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ നമുക്ക് ആ വിഷ്വൽ മാത്രം കണ്ടാൽ മതി, അതിൻ്റെ ഓഡിയോ നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ ഇടതുവശത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സ്പീക്കറിൻ്റെ ചിഹ്നം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് മ്യൂട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ വീഡിയോയുടെ വിഷ്വൽ മാത്രമാണ് ഇവിടെ സെൻഡ് ആകുന്നത്. അതിൽ എന്താണ് ഓഡിയോ എന്ന് അവർക്ക് കേൾക്കാൻ സാധിക്കില്ല. ഇതുപോലെ നിങ്ങൾക്ക് ഏത് വീഡിയോവും ആ വീഡിയോയുടെ വിഷ്വൽ മാത്രമായിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓഡിയോ മാത്രമായിട്ട് സെൻഡ് ചെയ്യാം, ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ. ഇത് നിങ്ങൾക്ക് മുമ്പേ അറിയുള്ളതാണെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്തൊരു അവസരത്തിൽ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.